മേജർ 7 ക്ഷേത്രങ്ങൾ, മലയാലപ്പുഴ, പിന്നെ ഏറ്റുമാനൂർ, വള്ളിയങ്കാവ്, വൈക്കം, ശബരിമല, ഇങ്ങനത്തെ 7 ക്ഷേത്രങ്ങളിലാണ് ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂരിപക്ഷം ഇൻകം വരുന്നത്. 7 ക്ഷേത്രങ്ങളിലും 95% TDB ജീവനക്കാർ കറപ്റ്റാണ്. മറ്റുള്ള ക്ഷേത്രങ്ങൾ ഞാൻ പറയില്ല, ഹൈലി കറപ്റ്റാണ്. അവർക്കറിയാം ജസ്റ്റിസ് റിട്ടയർ ചെയ്ത ആരെങ്കിലും അന്വേഷിക്കാൻ വരും, ആദ്യം ഒരു ഹബ്ബബ് ഉണ്ടാവും, പിന്നെ ഇത് നമുക്കറിയാതെ എങ്ങനെ ഒതുക്കണം. അങ്ങനെ തന്നെയാണ് ഇൻ ദ പാസ്റ്റ് ഓൾസോ. ഇതുപോലെ ഒരുപാട് അന്വേഷണ കമ്മീഷണർ ഒരിടത്തും എത്തിയിട്ടില്ല. അവർ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും കറപ്ഷൻ. അടച്ചാക്ഷേപിക്കുന്നതല്ല, ദേ ആർ ഹൈലി കറപ്റ്റ്. ഇന്ന് ഇന്ത്യയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെക്കാളും ഇൻകം ഉള്ളതാണ് പിന്നെ ഗുരുവായൂരല്ല, തിരുപ്പതിയിൽ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോകും, ആരും ഇടപെടില്ല. അല്ല, അതിന് കുറ്റക്കാരാണ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നുണ്ട്. ഈ പിന്നെ ഞാൻ പാർട്ടി ഭേദമന്യേ പറയല്ല, ഭരണപക്ഷിയും പ്രതിപക്ഷ കക്ഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും മഡ് സ്ലിങ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ 2 പേരുടെ ഭരണവും ഞാൻ കണ്ടതാണ്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുപാട് സോഴ്സുകളുണ്ട്. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്, ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഉദാഹരണം, ഒരു ഉന്നതൻ്റെ ഒരു TDBയിലെ ഭയങ്കര ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പുറത്ത് അമാസ്മെൻറ്റിന് എന്നെക്കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അമാസ്മെൻറ്റിന് ഞാൻ ഒരുപാട് മെറ്റീരിയലൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. അയാളുടെ പുറത്ത് അമാസ്മെൻറ്റിന് എൻക്വയറി, നോട്ട് FIR, അത് ഞാൻ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് TDB അത് ഒതുക്കി, എത്രയോ കോടികൾ കൊടുത്ത് ഒതുക്കി എന്നാണ് എനിക്കറിയാവുന്ന സോഴ്സസ് വഴി. ആ എൻക്വയറി ഒരിടത്തും എത്തിയിട്ടില്ല. ശബരിമലയിലെ തിരുവാഭരണം കമ്മീഷണർ ഇങ്ങനെ കുറേ കക്ഷികളുണ്ട്. ഇവരുടെ എല്ലാം പുറത്ത് ഇവരുടെ അസറ്റ്സ് കഴിഞ്ഞ 10 വർഷത്തിൽ ഇവർക്ക് എന്ത് അസറ്റ്സ് ഉണ്ടായെന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി, ചന്തു ചോദിച്ചത് കറക്റ്റാണ്, ഇതിൻ്റെ ഒരു ഭാഗമായി ഇവരെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് പൈസ പോകുന്നുണ്ടായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ആരായാലും UDF ആയാലും LDF എന്നാലും ഹൗവർ ചിലർ കറക്റ്റ് അല്ലാത്ത വളരെ ചുരുക്കം പേര് വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മന്നത്ത് പത്മനാഭനും R ശങ്കർ സാറും വന്നപ്പോൾ പക്ക ബോർഡായിരുന്നു, വെരി അപ്രൈറ്റ് ബോർഡായിരുന്നു. അത് കഴിഞ്ഞ് വന്നു ചിലർ. ഈ അടുത്ത കാലത്തൊരു ശങ്കരദാസ് വന്നിരുന്നു, RSP നോമിനേറ്റ്, യാതൊരു കറപ്ഷനും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ ചിലർ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വരും. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ഒരു 20 years ആയിട്ട് ഭീകരമായ കറപ്ഷനാണ്.